ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പകൽക്കാലം നമുക്ക് വീണ്ടും ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കർത്താവ് ഇടയാക്കിയതേക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും കൂടെ പ്രസംഗിക്കുന്ന ആൾക്കൊന്നും കടന്നു വരാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും സ്ഥിരം നമ്മുടെ നടക്കുന്ന റൂമാണല്ലോ, അതിൽ പ്രത്യേകിച്ച് മുഖവരയുടെയും അപരിചിതത്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമുക്ക് ദൈവവചനം ധ്യാനിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം അരിമത്യക്കാരനായ യോസേഫ് ധനവാനും അതുപോലെ തന്നെ നിക്കോദിമോസ് എന്ന് പറയുന്ന കർത്താവിനെ രാത്രിയിൽ വന്ന് രഹസ്യത്തിൽ കണ്ട ശിഷ്യന്മാർ, അവർ ഭയപ്പെട്ട് യേശുവിനോടുള്ള തങ്ങളുടെ വിശ്വാസമോ വിധേയത്വമോ കർത്താവിൽ അവർ വിശ്വസിച്ചതോ പ്രകടമാക്കാതെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു രീതിയിലായിരുന്നു നമുക്ക് അവരെ സുവിശേഷങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഈ നിർണായകമായ ഈ ഘട്ടത്തിൽ അവർ മുമ്പോട്ട് വരാനും അവർ തങ്ങളുടെ വളരെ ധൈര്യത്തോടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്, യോസേഫ് ധൈര്യത്തോടെ കടന്നു വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ആ നിർണായക ഘട്ടത്തിൽ കർത്താവിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതുപോലെ തന്നെ നമുക്കറിയാം. പെസഹ കഴിക്കാനായിട്ട് പോകുന്ന രംഗം, വിരിച്ച മാളിക മുറി കൊടുക്കുന്നത്, ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയൊന്നും ആരും പ്രത്യേകിച്ചൊന്നും ഒരുങ്ങിയില്ലായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചതായിരുന്നു. ശിഷ്യന്മാർ പോലും അതൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് ഇരുന്നെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവരത് വിശ്വസിച്ചില്ല എന്നുള്ള നിലയിൽ. അങ്ങനെ അപ്രതീക്ഷിതമായിരുന്നെങ്കിലും കർത്താവിനെ എല്ലാം പ്രതീക്ഷിച്ചതും കർത്താവ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളതുമാണ് എന്നുള്ളത് കൊണ്ട് ദൈവവചനത്തിന് നിവർത്തി വരത്തക്കവണ്ണം മരണത്തിൽ അവൻ ധനവാന്മാരോടുകൂടെ ആയിരുന്നു എന്ന് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ 53-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ധനവാനായിരുന്ന ആ യോസേഫ് തനിക്ക് വേണ്ടി വെട്ടിയിരുന്ന ആ കല്ലറയിൽ കർത്താവിനെ സംസ്കരിക്കാനായിട്ട്, കർത്താവിൻ്റെ മൃതദേഹം വെക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ ഇന്നലെ തന്നെ കേട്ടു, ഏകദേശം ഒരു വീട് പോലെയുള്ള ഒരു സംഭവമായി ഈ കല്ലറ. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് കയറാൻ കഴിയും. അവിടെ ഒരാളെയല്ല പല ആൾക്കാരെ വെക്കാനുള്ള അറകളുണ്ട്. അതിന് ഫ്രണ്ടിൽ നമ്മളിന്ന് മോർച്ചറിയിലും ഒക്കെ കാണുന്ന പോലെ ചില കുടുംബക്കല്ലറയിലോ അതുപോലെ നമ്മുടെ ഈ സെല്ലുകളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഫ്രണ്ടിൽ അത് വെക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അത് സെല്ല് പോലെയെന്ന് പറയാൻ പറ്റുകയില്ല. ഉള്ളിൽ തന്നെ മൃതദേഹം ആദ്യത്തെ ദിവസങ്ങളിൽ കാണാനും പിന്നെ അത് ഉള്ളിലേക്ക് മാറ്റി വെക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒരു കല്ലറ ആണ് എന്നുള്ളത്. അല്ലാതെ നമ്മളിന്ന് കുഴിക്കുന്ന പോലെയൊക്കെയുള്ള ആ ഒരു മൃതദേഹം കഷ്ടിച്ച് വെക്കാൻ പറ്റുന്ന പോലുള്ള ഒരു സ്ഥലമല്ലായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ ആ കല്ലറയിൽ വെക്കാനായിട്ട് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് പിന്നെ ചില സുഗന്ധദ്രവ്യങ്ങളൊക്കെ വെക്കുന്നതായിട്ട് ഞാനോട് ചേർന്ന് അതിൻ്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ ശരീരം വെക്കുകയും തുടർന്ന് അവർ അതിനെ ഉറപ്പാക്കുകയും, പീലാത്തോസിന് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത് പേടിയായിരുന്നു, മഹാപുരോഹിതന്മാർക്ക് പേടിയായിരുന്നു, അതുപോലെ ബാക്കിയുള്ള യഹൂദന്മാർക്കും പല ആൾക്കാർക്കും കർത്താവ് ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് ആഗ്രഹിച്ചെങ്കിലും 3-ാം നാൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. എന്നാൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയും. ഒടുവിലത്തെ ചതിവും ഉപരിതലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കാവൽക്കൂട്ടത്തെ വരുത്തി കല്ലിന് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി എന്നുള്ളതാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ട് നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു.
അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു എന്ന് നമ്മൾ കാണുക. അപ്പം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പല നിലകളിൽ വീക്ഷിക്കുകയും പല നിലകളിൽ അത് നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് വ്യഗ്രതയോടെ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് അന്നും ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശാസ്ത്രം അനുസരിച്ചോ അവൻ്റെ കണക്കുകൂട്ടുകൾ അനുസരിച്ചോ ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ട് അതിനെ ഏതെങ്കിലുമൊക്കെ നിലയിൽ ലോജിക്കലായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് വരുത്തുന്ന പല ശ്രമങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. ഇന്നും നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കുവാണോ? അപ്പം ലോകത്ത് പല അന്ധവിശ്വാസങ്ങളുണ്ട്, പല നിലകളിൽ മതപരവും അങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. അങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടുകയാണ് ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അപ്പം എല്ലാം അങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയുന്നതാണോ? മതപരമായിട്ടുള്ള പല അങ്ങനെയുള്ള അറിവുകളും മതപരമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെ അത് അന്ധവിശ്വാസമാക്കി തള്ളിക്കളയുന്നതിന് മുന്നേ അതിനെ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. നമ്മളൊക്കെ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന അധികം പേരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നമുക്കറിയാമല്ലോ, ഈ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, അങ്ങനെ ഒബ്സർവബിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക എന്നുള്ള ശാസ്ത്ര സത്യം അനുസരിച്ച് ആണ് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളെയൊക്കെ വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ആയിട്ട് തള്ളിക്കളയുന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്നോ ദൈവം പരിപാലിക്കുന്നു എന്നോ അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിച്ചെന്നോ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നോ വിശ്വസിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവത്തെയും മനുഷ്യനെ പോലുള്ള ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലർക്കും അങ്ങനെ അത് വിശ്വസിക്കാനായിട്ട് കഴിയാത്തത് എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവം, സർവശക്തനായ ദൈവത്തിന് ഈ കാര്യങ്ങൾ അസാധ്യമല്ല. ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രാഥമികമായിട്ടുള്ള പരിജ്ഞാനം വെച്ച് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും ദൈവത്തിന് അതുപോലെ അത്ഭുതങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയുമെന്ന് ചിന്തിക്കുന്നതിൽ ഒരു ലോജിക്ക് കുറവുമില്ല എന്നുള്ളതാണ് ഒന്നാമത് അതിനുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. അങ്ങനെ നമുക്കറിയാം, ഇവിടെ ശബ്ബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ തന്നെ മഗ്ദലക്കാരത്തി മറിയ, നമ്മൾ ഇന്നലെ തന്നെ ചിന്തിച്ചു, ഈ മഗ്ദലക്കാരത്തി മറിയ എന്നുള്ളത് ഈ 27-ാം അധ്യായം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതൽ പ്രാവശ്യം നമ്മൾ വായിക്കുന്നതായിട്ടുള്ളൊരു വാക്കാണ് മഗ്ദലക്കാരത്തി മറിയ. നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം കർത്താവ് തന്നെ ശീമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ചോദിച്ചു, അവൾ ഇങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ കാര്യം എന്താ? കർത്താവ് പറഞ്ഞത് എത്ര അന്വർത്ഥമായിരുന്നു എന്ന് ഞാനും ചിന്തിച്ചു പോവുക. കാരണം കൂടുതൽ അവളുടെ ക്ഷമിക്കപ്പെട്ടു, അതുകൊണ്ട് കൂടുതൽ അവൾ സ്നേഹിക്കുന്നു. ശീമോനെ, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് വേണ്ടതുപോലെ ഉപചാരങ്ങളൊന്നും ചെയ്തില്ല, എന്നാൽ അവളോ വന്ന നിമിഷം മുതൽ അവൾ കർത്താവിനെ സ്നേഹിക്കുകയും കാല് സുഗന്ധ തൈലം ഒഴിച്ച് പൂശുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളെ പറഞ്ഞിട്ട് പറയുക, ഒരുത്തന് 500 കടവും അല്ല 50 കടവും ഇരിക്കട്ടെ, ആര് കൂടുതൽ ആ ഇളച്ചു കൊടുത്തവനെ സ്നേഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഇളച്ചു കിട്ടിയവനെ തന്നെ എന്ന് പറഞ്ഞത് നമുക്കറിയാമല്ലോ. എന്ന് വെച്ച് പാപികളിൽ കൂടിയ പാപിയും കുറഞ്ഞ പാപിയും ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് അവിടെ പറഞ്ഞത്. എന്നാൽ എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ള ദൈവവചനം നമുക്കറിയാം. എന്നാൽ അത് തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യണമെന്നില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, വെള്ളം അടിച്ചിട്ടില്ല, ആവശ്യമില്ലാത്ത എന്തെങ്കിലും പരിപാടിക്കൊന്നും പോയിട്ടില്ല. 16 വയസ്സുള്ള സമയത്താണ് കർത്താവിനെ അറിയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടയായി തീരുന്നത്. എന്നാൽ എനിക്ക് അന്നൊരു കാര്യം അറിയാമായിരുന്നു, എന്നെപ്പോലൊരു കൊള്ളരുതാത്തവൻ ഇല്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, ഒന്നും ചെയ്തിട്ടില്ല, വളരെ നിരപരാധിയാണെന്ന് പുറത്തുനിന്ന് പറയാം. എന്നാൽ എൻ്റെ ചിന്തകളിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാനെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കേവലം ഒരു ദിവസം എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളെ ഒന്ന് അപഗ്രഥനം ചെയ്താൽ തന്നെ മതിയായിരുന്നു.
ചില സമയങ്ങളിൽ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളും ഉദ്ദേശങ്ങളെയും ഒക്കെ ഒന്ന് വിശകലനം ചെയ്താൽ മതിയായിരുന്നു ആള് ശരിയല്ല എന്ന് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ദൈവകൃപയിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് എനിക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ പറയുന്ന പോലെ വലിയ പാപമൊന്നും ചെയ്യണമെന്നില്ല ഒരു വ്യക്തിക്ക്. പാപിയാണെന്നും അവന് ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും മനസ്സിലാകാനായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്കറിയാം, കർത്താവ് ഉയർത്തെഴുന്നേറ്റിനുള്ള ബന്ധത്തിലാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ മറിയ അതുകൊണ്ട് ഇത് വലിയ പാപം, ചെയ്ത പാപം അല്ലെങ്കിൽ ചെറിയ പാപം എന്നുള്ള കൺസെപ്റ്റിലല്ല, ഞാൻ എന്തുമാത്രം ആഴത്തിൽ കിടന്നവനാണെന്നുള്ളൊരു ഉൾക്കാഴ്ച രക്ഷിക്കപ്പെടുന്ന ഒരു പാപിക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം ദൈവത്തെ ആരാധിക്കാനും ദൈവത്തോട് നന്ദി തോന്നാനും ദൈവത്തെ സ്നേഹിക്കാനും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ ഇടയായി തീരേണ്ടത് എത്രമാത്രം നരകത്തിൻ്റെ പടിവാതിലിൽ കിടന്ന ഒരുത്തനാണ് താനെന്നുള്ള അവബോധം അവനുണ്ടായില്ലെങ്കിൽ ക്രമേണ ഞാനൊരു ശ്രേഷ്ഠനാണ്. പ്രത്യേകിച്ച് ദൈവമക്കളായി തീർന്നതിന് ശേഷം കുറച്ച് ദിവസമൊക്കെ നമ്മൾ നല്ല പിള്ളകളായിട്ട് നടന്നു കഴിയുമ്പം നമുക്ക് തന്നെ തോന്നി തുടങ്ങും, ഞാൻ അത്ര മോശക്കാരനൊന്നും അല്ലായിരുന്നു, ഒരു ഓക്കെ ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പിശാച് സമർത്ഥമായിട്ട് പ്ലാന്റ് ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് രക്ഷയുള്ള ബന്ധത്തിൽ പറഞ്ഞേക്കുന്നത്, അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ഏതെങ്കിലും ശ്രേഷ്ഠത കൊണ്ടല്ല എന്ന് രക്ഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകാനും ഒരു 4 ദിവസം മര്യാദയ്ക്ക് നടന്നാൽ 5-ാമത്തെ ദിവസം കർത്താവിനേക്കാൾ വിശുദ്ധനാണെന്നൊക്കെ ചിന്തിക്കാനുള്ള ചില സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് കാണാമല്ലോ, അപ്പോസ്തലന്മാർ തന്നെ ചിലയിടത്ത് കയറി കർത്താവിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഇത് മിടുക്കല്ല, ശ്രേഷ്ഠതയല്ല, ഒന്നുമല്ല, ഇത് എത്രമാത്രം അയോഗ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തോട് നന്ദി തോന്നാനും ദൈവത്തോട് ഇൻഡപ്റ്റഡായിട്ട് ബാധ്യസ്ഥനായിട്ട് ഇരിക്കാനുമുള്ള ഒരു ഭാവം നമ്മുടെ ഹൃദയത്തിലുണ്ടാവുന്നത്. അതെപ്പോഴും നമുക്ക് അതിന് കൂടുതൽ പാപമൊക്കെ പോയി ചെയ്തിട്ട് ഇനി കൂടുതൽ നന്ദി തോന്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും നാൾ ചെയ്ത പാപം തന്നെ മതി. അപ്പോൾ നമുക്കറിയാമല്ലോ ആ ശീമോനോട് പറഞ്ഞതിൻ്റെ കാര്യം, ശീമോനും പാപിയാ, സ്ത്രീയും പാപിയാ. എന്നാൽ അവരൊക്കെ പറയുന്ന പോലെ വേശ്യകളും ചുങ്കക്കാരും എന്നൊക്കെ പറയുന്നത് പോലെ ബാഹ്യമായിട്ട് അവരെ വിധിക്കാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് എല്ലാവരിലും പാപ സ്വഭാവമുണ്ട്, പാപികളാണ് എന്നുള്ള സത്യം നമുക്കറിയാം. എന്നാൽ തിരിച്ചറിയുന്നത് വളരെ കുറവാണ്. തിരിച്ചറിയുന്ന ആൾക്കാരത് വളരെ തങ്ങളുടെ ആ നിർജീവാവസ്ഥ അല്ലെങ്കിൽ തങ്ങളുടെ അൺവർത്തിയായിട്ടുള്ള അയോഗ്യമായിട്ടുള്ള അവസ്ഥ ഇതായിരുന്നു എന്ന് തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്. അതിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞേക്കുന്നത്, കൂടുതൽ ഇളച്ചു കിട്ടിയവൾ കൂടുതൽ സ്നേഹിക്കും. അതെ, ആ കർത്താവ് പറഞ്ഞ വാക്കുകളെ ഒരുപക്ഷെ അന്വർത്ഥമാക്കുന്ന നിലയിൽ തന്നെയായിരുന്നു ഈ മറിയയുടെ കാര്യങ്ങളെന്നും വളരെ ശ്രേഷ്ഠന്മാരും വീറോടെ വാദിച്ചുകൊണ്ട് നിന്ന പലരും അവിടെ ഉണ്ടായിട്ടും ഈ സ്ത്രീകളായിരുന്നു കൂടുതൽ കർത്താവിൻ്റെ മരണം വരെയും കല്ലറയിൽ വെക്കുന്നത് വരെയും അതുപോലെ തന്നെ ആദ്യത്തെ ദിവസവും ഒക്കെ അധികാലത്തെ എഴുന്നേറ്റ് പോകുന്നത്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്ന, അവരുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ ഒരു 3.5 വർഷക്കാലം അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഇൻസെപ്പറബിളായിട്ട് വേർതിരിച്ച് നിർത്താൻ കഴിയാതെ വണ്ണം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീർന്ന ഈ കർത്താവിനെ ഒറ്റ ദിവസം കൊണ്ട് മറന്നു കളയാനായിട്ട് അവർക്ക് കഴിയത്തില്ല. പേടി പിടിച്ച പലരും മറന്നു കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അധികാലത്തെ ശബ്ബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വെളുക്കുമ്പോൾ തന്നെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ വന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അതിനോട് ചേർന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് മുമ്പോ സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ എഴുതിയേക്കുന്നത്. അധികാലത്തെ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. അവർ നിന്നപ്പോൾ ആ ഭൂകമ്പം ഉണ്ടായി എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഈ കാവൽക്കാർ അവനെ കണ്ടു പേടിച്ച് മരിച്ചവരെ പോലെയായി. ഈ സ്ത്രീകളോട് ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ഇതര ഭാഗങ്ങളിലും ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശബ്ബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ കല്ലറയ്ക്കൽ വന്ന് കല്ലറയുടെ വാതുക്കൽ നിന്ന് നമുക്ക് വേണ്ടി അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അപ്പോൾ അവരുടെ വലിയൊരു പ്രശ്നമായിരുന്നു, ആ കല്ല് നമുക്ക് വേണ്ടി ആര് ഉരുട്ടിക്കളയുമെന്ന് വിചാരിച്ച്. കാരണം ഈ റോമൻ മുദ്രയും
ഒക്കെ വെച്ച് ഉറപ്പാക്കി. നമ്മളത് കാണുന്നുണ്ട്. വലിയ ചങ്ങല ഇതിന് മേലെ വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ മേൽ മുദ്ര വയ്ക്കുന്ന അത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ജീസസ് ഫിലിമിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ആണോ എന്ന് നമുക്കറിയത്തില്ല, എന്നാൽ ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കാം എന്നൊരു സാധ്യതയുണ്ട്. അങ്ങനെ അത് എങ്ങനെ നമുക്ക് വേണ്ടി ആര് മാറ്റും? അതികാലത്തെ, പ്രിയപ്പെട്ടവരെ, ഈ അതികാലത്തെ എന്ന് പറയുന്നത് ദൈവവചനത്തിലെ ഒരു പ്രത്യേക യൂസേജാണ്. നമുക്കറിയാം കർത്താവ് അതികാലത്തെ, രാത്രി ഉള്ളപ്പോൾ തന്നെ അതികാലത്തെ എന്ന് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ വായിക്കും. അതികാലത്ത് ഇരുളോടെ അവർ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന പ്രദേശത്ത് ചെന്നു. 63-ാം സംഘം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. അപ്പം നമുക്കറിയാം ഇങ്ങനെ അതികാലത്തെ പോകുന്നത് എങ്ങനെ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അതികാലത്തെയൊക്കെ പോയിട്ടുള്ള ചില അവസരങ്ങളുണ്ട്. കാരണം നമുക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ചില കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ച് അല്ലെങ്കിൽ ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് ശരിയാക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അതികാലത്തെ. അപ്പം ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് അതികാലത്തെ. കാരണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആത്മീയ ജീവിതം, ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ അതികാലത്തെ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കർത്താവ് ദൈവിക കാര്യങ്ങളെക്കാളും മുന്നേ പ്രയോറിറ്റിയുള്ള വേറൊരു കാര്യവും ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിലില്ല. കർത്താവിനോട് കൂടെ ഇത്രയും നാൾ നടന്നിട്ട് കർത്താവ് കല്ലറയിൽ ഇരിക്കുമ്പം കർത്താവ് എന്തായാലും പിന്നെ മരിച്ച് അടങ്ങിപ്പോയി, കർത്താവ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു, അതുകൊണ്ട് ഇനി രാവിലെ വീട്ടുകാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വെച്ചിട്ട് അതിനെ രണ്ടാമത് വെച്ച കാര്യമല്ല. ഇന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഞായറാഴ്ച ദിവസം, ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഹൃദയം പിടയുന്നതായിട്ടുള്ള, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം, ഞങ്ങളുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, അദ്ദേഹം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുപോലെ വിലാപ്പുറത്ത് കുത്തേറ്റ് രക്തം വാർന്ന് ജീവച്ഛവമായിട്ട് അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ഒരു വ്യക്തിയാണ് കല്ലറയിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ അതൊന്നും അവർ വിചാരിച്ചില്ല. നമുക്കറിയാമല്ലോ അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ ഒരു വ്യക്തി മരിച്ചാലും ഏകദേശം 4 ദിവസം ഈ ആത്മാവ് അവിടെ ചുറ്റിക്കറങ്ങി നടക്കുമെന്ന് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. യഹൂദന്മാരുടെ ഒരു വിചാരമാണ്. നമുക്കറിയാം ലാസർ അവനെ വെച്ചിട്ട് 4 ദിവസമായി. 4 ദിവസമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇനി രക്ഷയില്ല, ശരീരമൊക്കെ ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങി, ഇനി ഒരു രക്ഷയുമില്ല എന്നുള്ള നിലയിൽ അവർ 4 ദിവസമായി എന്നൊക്കെ പറയുന്നത്. ഇന്നലെ തന്നെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, എൻ്റെ ദാസനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന് 16-ാം സങ്കീർത്തനത്തിലും അത് അപ്പോസ്തല പ്രവൃത്തികളിലും എടുത്ത് കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. പത്രോസ്ലിയ പറയുന്നത് ദാവീദിൻ്റെ ശവകുടീരമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എന്നാൽ അവൻ ദ്രവത്വം കണ്ടു. അപ്പോൾ ദ്രവത്വം കാണത്തില്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് പത്രോസ്ലിയ ആ വാക്യം എടുത്ത് കോട്ട് ചെയ്ത് പറയുന്ന ഭാഗവും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതികാലത്തെ എഴുന്നേറ്റ് ചെന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ലൂക്കോസിൽ നമുക്ക് ഏകദേശം അതുപോലെ തന്നെ കുറച്ചുകൂടെ വ്യക്തമായിട്ട്. കാരണം ഇവർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാനാണോ പോയത് എന്ന് ഉള്ള നമ്മുടെ ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരം തരുന്ന നിലയിലാണ് മർക്കോസും ലൂക്കോസും അത് എഴുതിയേക്കുന്നത്. അവർ ഒരിക്കൽ സുഗന്ധവർഗവും എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലിലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കിടന്നാലേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം കണ്ടില്ല, അതിനെക്കുറിച്ച് ചഞ്ചലിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ എന്തിനാ രാവിലെ കടന്നുപോയത് കർത്താവിൻ്റെ ശരീരത്തിൽ പിന്നെ സുഗന്ധവർഗം പൂശാൻ വേണ്ടിയാ. അല്ലാതെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാനും ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആഘോഷിക്കാനൊന്നുമല്ല. നിങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തോ പറ്റിയടാ, എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലേ എന്ന് പറയാനൊന്നുമല്ല പോയത്. വളരെ ദുഃഖത്തോടെ കർത്താവിൻ്റെ ആ ശരീരത്തിൽ ആ സുഗന്ധവർഗം പൂശേണ്ടതിന് തന്നെയാണ് അവർ കടന്നുപോയത്. സുഗന്ധവർഗം എടുത്ത് ഒരിക്കൽ സുഗന്ധവർഗവും എടുത്തുകൊണ്ട് അവർ പോകുന്നതായിട്ടും. ഇനിയിപ്പം എന്തോ ചെയ്യാനാ? നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, അദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇനിയും കുറച്ച് സെന്റ് അടിച്ച് സുഗന്ധം പൂശുകയല്ലാതെ ഇനി എന്തോ ചെയ്യാൻ കഴിയും എന്നുള്ള നിലയിൽ അവരെത്തിച്ചേർന്നു. നമുക്കറിയാമല്ലോ നമ്മുടെ വിശ്വാസവും ഇതുപോലെ നമ്മുടെ വൈകാരികമായിട്ട് നമുക്ക് കർത്താവിനെ ഇഷ്ടമാ, വചനം ഇഷ്ടമാ, എന്നാൽ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. അപ്പോൾ കുറച്ച് സെന്റ് അടിക്കുകയല്ലാതെ ഇനി എന്തോ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു നിലയിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം എത്തിച്ചേരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും ദൈവത്തിന് വചനം വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം അതെല്ലാം ക്രിസ്തുയേശുവിൽ ഉവ്വെന്നും ആമേനെന്നുമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ.
ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നും പാഴായി പോകാൻ ഇടയില്ലാതെ കൊണ്ട്. എന്നാൽ ദൈനംദിനം നമ്മളത് അനുഭവിക്കുന്നുണ്ടോ? എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട്? ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ അതിനെയൊന്നും ഭക്തി കൊണ്ട് ഏതെങ്കിലും നിലയിൽ അതിനെ വ്യാഖ്യാനിച്ച് ആണെന്നൊന്നും വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കർത്താവിൻ്റെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ആത്യന്തികമായിട്ട്, അതുപോലെ കർത്താവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, മറ്റേ കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള പല വാഗ്ദത്തങ്ങൾക്കും ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ സമയവും ദൈവത്തിൻ്റെ ആലോചന എന്നൊക്കെ ഉള്ളത് ബാധകമായതുകൊണ്ട് പലപ്പോഴും നമ്മൾ അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നടക്കാറില്ല എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങൾ, എന്നാൽ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ നിശ്ചയമായിട്ടും ഉണ്ട്. നടന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതം അത്ഭുതകരമായിട്ട് തോന്നത്തക്കവണ്ണം നടന്നിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഈ കഴിഞ്ഞകാല ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, തൻ്റെ ലോകത്തെ മുഴുവനും, ലോകത്തിൽ സകല പാപികളെയും സകല മനുഷ്യരാശിയെയും ബാധിക്കത്തക്കവണ്ണമുള്ള തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞ ഈ കാര്യം, അതിനെപ്പറ്റി കർത്താവ് വാഗ്ദത്തം ചെയ്ത കാര്യം ഇനി സംഭവിച്ചില്ല. ഇനി കർത്താവിൻ്റെ ശരീരത്തെങ്കിലും കുറച്ച് സുഗന്ധമൊക്കെ ഇങ്ങനെ പൂശി നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം എന്നൊരു മനോഭാവത്തിലാണ് അവർ പോയത്. അവർ പിന്മാറിയിട്ടില്ല. അവർ ഈ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ ഇതുപോലെ വീഴ്ചകളോ തെറ്റുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ബാഹ്യമായിട്ട് അങ്ങനെയൊക്കെ തോന്നാമെങ്കിലും ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം അവർ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല എന്നുള്ള കാര്യം. അതിനേക്കാളും അവരൊരു പ്ലാൻ ബി ഇപ്പം നടക്കുക. പ്ലാൻ എ നടപ്പായില്ല, എന്നാൽ പ്ലാൻ ബി എങ്കിലും നടക്കട്ടെ. ഇങ്ങനെ ഇതും സുഗന്ധവർഗമൊക്കെ പൂശി ഇങ്ങനെ നടക്കാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യ ജീവിതം ആ ഒരു നിലയിലായി തീരാനായിട്ട് കർത്താവ് ഒരിക്കലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും കർത്താവ് നിവർത്തിക്കാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. നമ്മൾ അതിനെ മൂടി വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ അത് അങ്ങനെ അല്ലെങ്കിൽ ഈ നിലയിൽ നടക്കാത്ത വാഗ്ദത്തത്തിൻ്റെ മേത്ത് പിന്നെയും സെൻ്റടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് അങ്ങനെ കടന്നുപോയ ഈ വ്യക്തികളാണ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ, ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെ നടക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ അവർ വിസ്മയിച്ചു പോയത്, അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലും അതിൻ്റെ 20-ാം അധ്യായം തുടങ്ങുമ്പോൾ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറവാതിൽ കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു എന്നുള്ള കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആരോ കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് പറയുകയും തുടർന്ന് ഉള്ള സംഭവങ്ങളാണ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലും വായിക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ. അപ്പം ഇതായിരുന്നു അവരുടെ മനോഭാവം. അവരൊരിക്കലും വിചാരിച്ചില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ തുടർന്ന് നമുക്ക് കാണാൻ കഴിയും, ശിഷ്യന്മാർ വന്നിട്ട് പോലും വിശ്വസിച്ചില്ല എന്ന് നമ്മൾ കാണുകയും എമ്മവൂസിലേക്കുള്ള ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുമ്പോൾ അവർ ഇങ്ങനെ ഒരുത്തൻ വന്ന് ഞങ്ങൾ അവൻ ഇസ്രയേലിനെ വിടുവിക്കുന്നവനെന്നൊക്കെ വിചാരിച്ചു, എന്നാൽ ഞങ്ങളുടെ വിശ്വാസമൊക്കെ നിഷ്ഫലമായി പോയി, ഇന്ന് 3-ാം ദിവസമാകുന്നു എന്ന് ഉയർത്തെഴുന്നേറ്റ് അവരുടെ കൂടെ നടക്കുന്ന കർത്താവിനോട് തന്നെ അവർ പറയുന്ന ഒരു രംഗവും നമുക്കറിയാമല്ലോ. ഇതിനു മുന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, കൂടെ പാർക്കാൻ നേരം വൈകുന്നതാ എന്ന് ഉള്ള ഗാനത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം ആ ഭാഗത്താണ് ഉള്ളത്. കാരണം അന്നേരം പറയുക, അവർ പേടിച്ച് ഞങ്ങളുടെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിച്ചിട്ട് അത് നടന്നില്ല, അതുകൊണ്ട് ഓരോ നിലകളിലേക്ക് പിന്മാറിപ്പോകുന്ന അവരോട് ചേർന്ന് നടന്ന കർത്താവ് അവസാനം അവൻ പോകാൻ ഭാവിച്ചപ്പോൾ, അയ്യോ ഈ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോകും, നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത് എന്ന് നമുക്ക് തുടർന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം. തിരിച്ച് അവർ യെരൂശലേമിലേക്ക് വരുന്ന കാര്യമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം തിരിച്ച് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തന്നെ മടങ്ങി വരാൻ ആഗ്രഹിക്കും. നോക്കിയാട്ടെ, മറ്റേ മറിയയും കാണാൻ വന്ന് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കിയിരിക്കുന്നത് ഇറങ്ങി വന്ന് ഉരുട്ടു നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവൻ്റെ രൂപം മില്ലനിലൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ ആയിരുന്നു എന്ന് കാണുകയാണ്. അപ്പം കല്ലറ കാണാൻ ചെന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു.
അപ്പോൾ നമുക്കറിയാമല്ലോ അവിടെ സംഭവിച്ച കാര്യം. കല്ല് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഈ ദൂതൻ ഇരുന്നിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു. അപ്പോൾ 16 കാവൽക്കാരെന്നെങ്ങാണ്ടാണ് നമുക്കവിടെ കണക്ക് ഇത് പറഞ്ഞിട്ടില്ല. എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 2 ഷിഫ്റ്റൊക്കെ ആയിട്ട് അത്രയും ആൾക്കാരെയൊക്കെ കൊടുത്ത് അതിങ്ങനെ കട്ടിയായിട്ട് സൂക്ഷിച്ച് ഇരിക്കുക. എന്നാൽ ദൈവിക പദ്ധതികളോടൊന്നും മനുഷ്യൻ്റെ പദ്ധതികൾക്ക് കിടപിടിക്കാൻ കഴിയുകയില്ല എന്നുള്ളതും, ദൈവിക പദ്ധതികളെല്ലാം മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം ജയിക്കുമെന്നുള്ളതും നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ്ലിയ പ്രസംഗിക്കുന്നത് മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ഈ ഈ വലിയ കല്ലിനോ ആ മുദ്രയ്ക്കോ കാവൽക്കൂട്ടത്തിനോ മാനുഷികമായിട്ട് നോക്കുമ്പോൾ എല്ലാ പഴുതുകളും അടച്ച് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും വിജയിച്ചേനെ. എന്നാൽ അങ്ങനെയല്ല. അത് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നതും ദൈവിക പദ്ധതിയിലുള്ള കാര്യമാണെന്നും അത് താൻ കർത്താവ് ലോകത്ത് ജീവിച്ചപ്പോൾ വീണ്ടും 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 കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അവിടെ പറഞ്ഞ ദൂതൻ്റെ ആക്ടിവിറ്റി, അവൻ്റെ ശക്തി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ട്. അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. കാൺമീൻ, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവീൻ. അത് നമുക്ക് ഇതര സുവിശേഷങ്ങളിലും നമ്മൾ അതുപോലെ തന്നെ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് പത്രോസ് ഓടി, പത്രോസിനെ മറികടന്ന് ജയിച്ച ശിഷ്യൻ ഓടി. എന്നാൽ ആദ്യം കടന്നുപോയി അത് തുറന്ന് നോക്കിയത് പത്രോസ് തന്നെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ പത്രോസ് അവിടെ നമ്മൾ ആ കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, മറിയയ്ക്കോട് കർത്താവ് സംസാരിക്കുന്ന, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? അവനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ നിൽക്കുന്നത് യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു? അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ച് അവൾ യജമാനനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. യേശു തിരിഞ്ഞ് മറിയേ എന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ശബ്ദം അവൾ തിരിച്ചറിയാനും കർത്താവാണ് എന്ന് തിരിച്ചറിയാനും നമുക്ക് അവിടെ കാണാൻ. അവിടെയാണ് സാധാരണഗതിയിൽ ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എന്നെ തുടരുത് എന്ന് പറയുന്ന ഭാഗം അതെന്നാ പറഞ്ഞെന്ന് സാധാരണഗതി ചോദിക്കുന്നത്. അത് നമുക്കറിയാമല്ലോ, നമ്മൾ ഇതിന് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പിടിച്ചു വെക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ അവിടെ പോകരുത്. കാരണം മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ കാൽക്കൽ അവർ വന്ദിക്കുന്നതായിട്ടും തൊടുന്നതായിട്ടും ഒക്കെ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു എന്ന മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ 8-ാം വാക്യം 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം. എന്നെ പിടിച്ചു നിർത്തരുത് എന്നുള്ളൊരു നിലയിലാണ് ആ പറഞ്ഞേക്കുന്നത്, അല്ലാതെ വേറൊരർത്ഥത്തിലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അവിടെ ചോദിക്കുന്ന പ്രധാന ചോദ്യം അതാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്ത് എന്ന് നമ്മൾക്ക് ചോദിക്കുന്നത് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു എങ്കിൽ ഇവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. നമുക്കറിയാമല്ലോ ഈ ശിഷ്യന്മാർ ഇതെല്ലാം എത്ര പെട്ടെന്ന് മറന്നുപോയി എന്നുള്ളതും, എന്നാൽ ആരൊക്കെ ഓർമ്മിപ്പിച്ചിട്ടും അവർ ഓർക്കുന്നില്ല എന്നുള്ളതും വളരെ വിസ്മയകരമായ കാര്യമാണ്. ഇതിനു മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരിക്കൽ കൂടെ അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ മത്തായിയുടെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കണം. അവിടെ എത്ര പേരാണ് ഈ ശിഷ്യന്മാരെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നത്. സ്ത്രീകൾ പോയി പറഞ്ഞെങ്കിലും അവർ വിശ്വസിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ദൂതൻ തന്നെ മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവരോട്, വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവൻ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്?
അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായി? ഇപ്പം കേവലം നമുക്ക് പറയാം ഒരു ഫുൾ ദിവസവും 2 പാർഷ്യൽ ദിവസവുമേ ആയിട്ടുള്ളൂ. 2 ദിവസങ്ങളുടെ പാർഷ്യലായിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ 2 ഒരു ഫുൾ ദിവസവും എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന അത്രയും സമയമേ ആയിട്ടുള്ളൂ. എന്നാലും ദൂതന്മാർ, സ്വർഗീയ ദൂതന്മാർ, ഈ പറഞ്ഞ മിന്നൽ പോലെ ഇരിക്കുന്ന വെളുത്തതും വസ്ത്രം വെളുത്തതും ഒക്കെ ആയിട്ട് കണ്ട ഈ ദൂതന്മാരാണ് വന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നത്. സാറേ, 2-3 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കർത്താവ് താൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നതാണെന്നുള്ളത് പെസഹയുടെ ആ വാരത്തിൽ തന്നെ പറഞ്ഞതായിട്ട് നമുക്കറിയാമല്ലോ. അതൊന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വാക്ക് അവർ ഓർത്തു, കല്ലറ വിട്ട് ഓടിപ്പോയി എന്നും 11-ാം വാക്യം വായിക്കുമ്പോൾ ഈ വാക്ക് അവർക്ക് ഒരു കഥ പോലെ തോന്നി. കേൾക്കാൻ പറ്റിയൊരു കഥയാണല്ലോ, നല്ല കഥ. ആ കഥയെന്ന് പറഞ്ഞ് എന്ന് നമ്മൾ പറയുന്ന പോലെ അവർക്കൊരു കഥയായിട്ട് അത് തോന്നി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പലതും നമുക്കറിയാമെങ്കിലും പിശാച് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയം കൊണ്ടുവരുമ്പോൾ, ഭയത്തിൻ്റെ ആധിക്യത്തിലും അവിശ്വാസം നമ്മളിൽ വ്യാപരിക്കുമ്പോഴും പിന്മാറ്റത്തിൻ്റെ പാതയിൽ നമ്മൾ പോകുന്ന സമയത്തും ഈ പറഞ്ഞ നമ്മൾ ഒരിക്കൽ ഉയർത്തിപ്പിടിച്ചത്, നമ്മളോട് ഇടപെട്ടിട്ടുള്ളതും നമുക്ക് യാഥാർത്ഥ്യമെന്ന് പല നിലകളിൽ അന്വേഷിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആത്മീയ യാഥാർത്ഥ്യങ്ങളെ തന്നെ എത്രമാത്രം ചെറുതാക്കി അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും. നമുക്കറിയാം, പത്രോസ് തീ കായാൻ പോയതാ. അത്രയും പേരുടെ നടുക്ക് എത്തിയപ്പോൾ തന്നെ അറിയാതെ അവരുടെ മാനസികാവസ്ഥയിലേക്ക് പത്രോസ്ലിയ മാറിപ്പോയി. ഒരിക്കലും മാറാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയത്തില്ല, ഞാൻ നിങ്ങളെപ്പോലെ ഇതൊക്കെ കാഴ്ചക്കാരനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ, എനിക്കറിയത്തില്ല എന്നുള്ള നിലയിൽ ഒരു മുഖംമൂടി ഇടാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടവന്നു പോയ ഒരു സാഹചര്യം നമ്മൾ ഓർക്കണം. കാരണം ഭയവും അവിശ്വാസവും ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൺവിക്ഷൻസിനെ നമ്മൾ നിശ്ചയം പ്രാപിച്ചും ഉറച്ചു നിൽക്കുന്ന പല കാര്യങ്ങളെ തന്നെ അത് ഷെയ്ക്ക് ചെയ്യാനായിട്ട് എത്രമാത്രം ഇടയായി തീരും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി എന്ന് മാത്രമല്ല, നിങ്ങൾ 17-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് അവരോട് ചോദിച്ച് അവർ വാടിയ മുഖത്തോടെ നിന്നു. അപ്പോൾ വാദമാണ്. അല്ല, കർത്താവ് ഉയർത്തെഴുതി കഴിഞ്ഞാൽ ഈ വാദം വല്ലോ, അത് ശരിയായിട്ട് മനസ്സിലായാൽ ഇത് വാദം വല്ലോ വരുമോ? വാദം ഒന്നും വരേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പൊ വാദം വരുന്നതിന്റെ കാര്യം എന്താ? ഈ തമ്മിൽ വാദവും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഭയവും പിന്മാറ്റത്തിൻ്റെയും ഒരു ലക്ഷണത്തിൽ നിന്ന് അത് വരുന്നത്. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇച്ഛാഭംഗവും ഭയവും വ്യാപരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അടുത്ത് നിൽക്കുന്ന സഹോദരനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ അവന് ഇതെല്ലാം അവൻ കാരണമാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിലെ ചില ഭർത്താവ് ഭാര്യയെ പറ്റി നിന്നെ കൊണ്ടാ ഇതെല്ലാം ഉണ്ടാകുന്നത്, തിരിച്ചു പറയും ഇങ്ങനെ കൊണ്ടാ ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നൊക്കെ പരസ്പരം കുറ്റപ്പെടുത്താവുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഭയം വന്നു കഴിയുമ്പോൾ ഉണ്ടാകും. കാരണം അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തി പോകുന്ന പിന്മാറ്റത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒരു ലക്ഷണമാണ് ഈ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, തമ്മിൽ വാദിക്കുന്ന അവരോട് ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്ത് ചെന്നു. തുടർന്ന് നമുക്ക് കാണാം, യേശുവിനോട് പറയുന്ന കാര്യമാണ്, ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് കുറച്ച് സ്ത്രീകൾ രാവിലെ പോയി കല്ലറയ്ക്കൽ പോയി അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ശിഷ്യന്മാരായി പറയണേ കേട്ടോ. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത്, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്ത ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു വിഷയം എത്ര പെട്ടെന്ന് അവരുടെ മനസ്സിൽ നിന്ന് പോയി എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവരോട് ചോദിക്കുന്നത്, ജീവനുള്ളവനെ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ, അവൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു. അതൊരു സത്യമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് കാൺമീൻ. ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഒന്ന് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു, അത് വന്ന് കാൺമീൻ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പം അവിടെ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ തലയെ കെട്ടിയിരുന്ന ആ
വസ്ത്രവും അതുപോലെ കർത്താവിനെ ചുറ്റിയിരുന്ന വസ്ത്രവും നമുക്കറിയാം. ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞപ്പം അവിടെ പറയുന്ന കാര്യം, ഈ ഉയർപ്പിച്ചത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അവൻ്റെ കെട്ടഴിച്ച് വിടുവിൻ, അവനെ വിടുവിൻ. കർത്താവിൻ്റെ കെട്ടൊന്നും അഴിക്കേണ്ടി വന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്നാ? അതൊന്നും നമ്മൾ ചിന്തിച്ച് നോക്കട്ടെ. കർത്താവിൻ്റെ കെട്ട് അഴിക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒരു കെട്ട് കർത്താവിന് പ്രതിബന്ധമാണ്. കാരണം നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിച്ചത് ശരീരത്തിലാണ് ഉയർപ്പിച്ചത്. അതിന് കർത്താവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ഒരു ശരീരമായിരുന്നു. അതായിരുന്നു വ്യത്യാസം. അപ്പൊ കെട്ടൊക്കെ അവിടെ തന്നെ ഇരുന്നു, കെട്ടൊന്നും അഴിച്ചില്ല. തലയെക്കെട്ടൊക്കെ അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു തല ആവരണം ചെയ്ത് കെട്ടുന്ന അതൊക്കെ അവിടെ എടുത്തു വെച്ചിരുന്നു. അപ്പൊ ഈ കെട്ടിയതിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് എങ്ങനെ പുറത്തു വന്നു? നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ ശരീരമായിരുന്നുകൊണ്ട് കർത്താവിന് അതിൽ നിന്ന് പുറത്തു എഴുതാനായിട്ട് സാധിച്ചു. നമ്മൾ ഈ കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ഉള്ള അക്കൗണ്ട്സ് ഒക്കെ വായിക്കുമ്പം എത്ര കൃത്യമായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതൊരു സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഇവിടെ മാത്രമല്ല, 4 സുവിശേഷങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില ഇതുണ്ടെന്നൊക്കെ നമുക്ക് തോന്നിയാൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. എന്ന് മാത്രമല്ല, അവിടെയൊക്കെ പറഞ്ഞേക്കുന്ന ആ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര്, അന്ന് യോഹന്നാനും പത്രോസും അല്ലെങ്കിൽ മർക്കോസും ഇവരുമൊക്കെ അതൊക്കെ ആണെങ്കിൽ തന്നെ അതിലൊക്കെ കൃത്യതയോടുകൂടെ തന്നെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അത് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ആധികാരികമായിട്ടുള്ള നിലയിൽ തന്നെ സാധാരണഗതിയിലുള്ള തെളിവുകൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഒത്തിരി പേര് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാനായിട്ട് പോയി. നിങ്ങൾക്ക് ഞാൻ ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു വക്കീലായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ് ചില വർഷങ്ങൾ യെരുശലേമിൽ പോയി കർത്താവിൻ്റെ കല്ലറയ്ക്കലും ചുറ്റുമൊക്കെ ഗവേഷണം നടത്താൻ പോയ പാർട്ടിയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ അവസാനം റിസൾട്ടുമായിട്ട് വന്നു, ക്രിസ്തു നിശ്ചയമായും ഉയർത്തെഴുന്നേറ്റു. അദ്ദേഹത്തിന് നിരീശ്വരവാദം വിട്ട് അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. യാഥാർത്ഥ്യങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവം നമുക്കില്ലെങ്കിൽ, സത്യസന്ധമായിട്ട് ഉള്ളൊരു അന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്ന് സാധാരണ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് വന്നു കാൺമീൻ എന്നാ പറയുന്നത്. ശിഷ്യന്മാരോട് പറയുക, അവനിവിടെ ഇല്ല. സ്ത്രീകളോട് പറയുക, അവനിവിടെ ഇല്ല, വന്നു കാൺമീൻ, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരോട് പറയുകയും എന്നിട്ട് രണ്ടാമത് പറയുക, അങ്ങനെ നിങ്ങൾ അതിനെപ്പറ്റി ഉറപ്പ് പ്രാപിച്ച്. നമുക്കറിയാം, തുടർന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും, അവർ ഭ്രമിച്ചു, ഭയപ്പെട്ടു എന്നൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും, അവർക്ക് കർത്താവ് ആ പോകുന്ന വഴിയിൽ, എമ്മൗസിലേക്ക് പോകുന്ന വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് അവർ അപ്പം തന്നെ ആ രായ്ക്ക് രാമായണം എന്ന് നമ്മൾ പറയുന്ന പോലെ അവർ യെരുശലേമിലേക്ക് തിരിച്ചു വന്നു. അവിടെ വാതിലടച്ച് ഇരിക്കുന്ന ശിഷ്യന്മാരെയാണ് കാണുന്നത്. അങ്ങനെ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വീണ്ടും അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയും നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതാദ്യം ഞാൻ വായിച്ചിട്ടുള്ളപ്പം എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു കാര്യമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി മരിച്ചു എന്ന് റേഡിയോയിൽ ഇങ്ങനെ ഇത് വാർത്ത വന്നുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇത് ഇങ്ങനെ ഹൃദയത്തോട് ദൈവം ഇടപെടുന്ന ഒരു അനുഭവം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അന്ന് രാവിലെ സമയം ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു കാര്യമാണ്. കാരണം ഈ രാജീവ് ഗാന്ധി മരിച്ചു, അത് നമ്മുടെയൊക്കെ ഹൃദയത്തെ ഒക്കെ, നമ്മളൊക്കെ ചില പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻസ് ഒക്കെ പുറമേ ഇല്ലെങ്കിലും അകത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ വളരെ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കെമിസ്ട്രി ലാബിൽ നിൽക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു ഒക്ടോബർ 31 ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടത് മേരി ടീച്ചർ ആ ലാബിൻ്റെ നടുക്ക് വെച്ച് അത് വിളിച്ചു പറഞ്ഞു. ആ ലാബും വിട്ട് നമ്മളെല്ലാം പുറത്തിറങ്ങി പോകുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കും. അതൊക്കെ നിർണായകമായ സമയമാണല്ലോ. അപ്പം ഇങ്ങനെ മരിച്ചവരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവർ മരിച്ചതോടെ അവരുടെ കാര്യം തീർന്നു. ബഹുമാന്യരായിരുന്നു, നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും ആ സത്യം മനസ്സിലാക്കിയ ശിഷ്യന്മാർ, ലൂക്കോസിന്റെ സുവിശേഷം അവസാനം നമ്മൾ വായിക്കുന്നത്, അവർ പിന്നെ യെരുശലേം വിട്ടുപോകാതെ യെരുശലേമിൽ തന്നെ തുടർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം, രാവും പകലും എന്നുള്ള പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അവർക്ക് മനസ്സിലായി. നമ്മുടെ പേടി മാത്രമായിരുന്നു, നമ്മുടെ കർത്താവ് യഥാർത്ഥമായിട്ട് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവരുടെ ജീവിതത്തിൽ എങ്ങനെ റവല്യൂഷനൈസ് ചെയ്തു എന്നുള്ളത് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. അവർ പിന്നെ യെരുശലേം വിട്ടുപോകാതെ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന്
എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭയപ്പെട്ടിരുന്ന ആൾക്കാരെ, പേടിച്ച് വിറച്ച് റൂമിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ആൾക്കാരെ, യഹൂദന്മാരെ ഭയപ്പെട്ട് നടന്നിരുന്നവരെ, തങ്ങളും അപായപ്പെട്ടു പോകുമോ എന്ന് വെച്ച്, തങ്ങൾക്കും അപായം ഉണ്ടാകുമോ എന്ന് വെച്ച് പേടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സത്യം എന്താ പ്രിയപ്പെട്ടവരെ? അത് വേറൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വിശ്വാസ പ്രമാണങ്ങളും ഡോഗ്മാസും മാത്രമല്ല. ഇത് യഥാർത്ഥമായി സംഭവിച്ചത് തന്നെയാണ്. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് യഥാർത്ഥമായിട്ട് അവർ ഗ്രഹിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി: ഇനി ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. മാനുഷികമായിട്ടുള്ള ഒന്നിനും നമ്മളോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മരണത്തെ പോലും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്കുണ്ട്. അവൻ കണ്ടാലും അല്ലെങ്കിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. അവനെന്താ താൻ വാഗ്ദത്തം ചെയ്ത് അവരോടുകൂടി ഇരുന്ന് അവർ സ്വർഗാരോഹണം ചെയ്ത അതുവരെ അവർ അതിന് സാക്ഷികളായിരുന്നു എന്നുള്ളതും പൗലോസ്ലീഹായും അത് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ എടുത്തു പറയുന്നത് നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, the fact that Jesus is risen has revolutionized their lives, like transformed their lives. അവരുടെ ജീവിതത്തെ അടിമുടി രൂപാന്തരപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമായിരുന്നു നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്തൊരു വലിയ കാര്യമാണ്! അപ്പോൾ അത് വന്ന് കാൺമീൻ എന്നാ ഇവിടെ ദൂതന്മാർ ആദ്യം പറയുന്നത്. നിങ്ങൾ ആ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവനിവിടെ ഇല്ല. വസ്ത്രമൊക്കെ ചുരുട്ടി വെച്ചിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളുമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവനിവിടെ ഇല്ല. രണ്ടാമത് പറയുക, നിങ്ങൾ പോകണം, ചെന്ന് നിങ്ങൾ പോയി. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളിന്ന് ഒരു സന്ദേശം കൊടുക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ള 4 പോയിന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പോകണം, ലോകത്തിലെല്ലാം പോകണം. നാളെ നമുക്ക് വായിക്കാമല്ലോ, കണ്ടാലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്രമാത്രം ശക്തവും കിരാതവുമായിട്ടുള്ള റോമ സാമ്രാജ്യത്തിൻ്റെ മുദ്രയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റവൻ, എല്ലാ മാനുഷികമായ കണക്കുകൂട്ടലുകളെയും ഭേദിച്ചുകൊണ്ട് അവരുടെ എല്ലാ പ്ലാനിങ്ങളെയും തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവൻ. നമുക്കത് എന്തുമാത്രം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ, പലിച്ചു മൺമറഞ്ഞു പോയ രാഷ്ട്രീയ നേതാക്കളെ പോലൊന്നും അല്ല. അവരൊക്കെ എന്തൊക്കെയൊക്കെ ആകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഇവിടെ ഇതാ കർത്താവ് താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവീൻ. ആദ്യം വരണം, ആദ്യം വന്ന് അത് കണ്ട് പോയി അത് പറവീൻ. അനേകരോട് ഇത് പറയാനായിട്ട് ദൈവം നമ്മളെ ഇന്ന് നിയോഗിച്ചേക്കുക. പ്രിയപ്പെട്ടവർ, എത്ര നന്നായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് പല ആൾക്കാരും പരിശ്രമിക്കുകയും അവിടെ ഒരു പരിശ്രമം നടന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചത് മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചിച്ച് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ എന്ന് പറയും. അന്ന് മുതൽ ഇന്ന് വരെ പല വ്യക്തികളും പറയുകയും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെയാണ് സംഭവിച്ചത്, അവിടെ അങ്ങനെ അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ നമുക്കറിയാമല്ലോ, ഇവരൊക്കെ പറയുന്ന വാദഗതികൾ എത്രമാത്രം ബാലിശമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ആ ശിഷ്യന്മാർക്ക് കഴിയുമോ? ഈ പേടിച്ച് ഒളിച്ച് തങ്ങൾ അപായപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച്, തങ്ങൾക്ക് ജീവനും ഉപദ്രവം ഉണ്ടാകുമോ എന്ന് വെച്ച് പേടിച്ച് ഓടി ഒളിച്ച ഈ ശിഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? റോമ സാമ്രാജ്യത്തിൻ്റെ ശക്തരായിട്ടുള്ള ഗാർഡുകൾ, ഏറ്റവും മിടുക്കരായിട്ടുള്ള ഗാർഡുകൾ അവിടെ കാവൽ നിൽക്കുന്ന അവിടെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്ന് മാത്രമല്ല, ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ
ഈ യെരുശലേമിൽ ഈ സ്ഥലത്ത് അങ്ങനെ അവർ കട്ടുകൊണ്ട് പോയിട്ട് നാളെ അവരുടെ മുമ്പിൽ നിന്ന് തന്നെ പെന്തക്കോസ്ത് പെരുന്നാളിന് ആ വലിയ ക്രൗഡിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഈ കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് പ്രസ്താവിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രസ്താവിച്ചാൽ ജനം അവരെ കൈവെക്കത്തില്ലേ? അന്ന് തന്നെ ഈ സുവിശേഷം ഒരു ഫ്രോഡാണെന്ന് പറയപ്പെടത്തില്ലേ? അല്ലെങ്കിൽ ഇതൊരു തട്ടിപ്പ് മാത്രമാണ് ഇത് എന്ന് അന്ന് പറയപ്പെടത്തില്ലേ? നിശ്ചയമായിട്ടും ഇങ്ങനൊക്കെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഇതുപോലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചെങ്കിലും, പിന്നെ ചില നൂറ്റാണ്ടുകളിലൊക്കെ ഇടയ്ക്കൊക്കെ പലരും ഇതിന് പരിശ്രമിച്ചെങ്കിലും ആർക്കും തെളിയിക്കാൻ കഴിയാതെ പോയ ഒരു തിയറിയാണ് ഈ പറഞ്ഞതുപോലെ അവനെ കട്ടോണ്ട് പോയി എന്ന് പറയുന്ന തിയറി. ഇന്നും ചില ആൾക്കാരൊക്കെ അത് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്ലബ് ഹൗസിൽ എൻ്റെ മോനെ എന്നെ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പ എന്നും പറഞ്ഞ് എന്നോട്, അവൻ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അപ്പം അവൻ എന്നോട് പറഞ്ഞ് അംഗമാക്കി കളയാം, പപ്പേനെ അംഗമാക്കാമെന്നും പറഞ്ഞ് അവൻ എന്നെ അതിൽ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കയറി. ആദ്യം ഞാൻ പോകുന്ന നിരീശ്വരവാദികളുടെ ഒരു ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്. അന്ന് ഇവിടെ പ്രസക്തരായിട്ടുള്ള പല നിരീശ്വരവാദികളും ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് പറയുക, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു എന്ന് പറയുന്ന ഒരുത്തൻ ജീവിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരുത്തൻ ജീവിച്ചിട്ട് പോലുമില്ല. അത് വെറുതെ പറയുന്നതാണ്. യോസിഫസ് എഴുതി വെച്ചത് വെറുതെയാണ്. അതുപോലെ ബാക്കിയുള്ള ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചത് വെറുതെയാണ്. എന്ത് തെളിവാണുള്ളതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാൻ തോന്നി, അല്ല സാറേ, ഈ പറയുന്ന ആളിപ്പം ഇദ്ദേഹം തന്നെയാണെന്നും ആ പറയുന്ന ആൾ താങ്കൾ തന്നെയാണെന്നുള്ളതിന് തെളിവെന്താ? നമുക്കിപ്പോൾ കൂടിപ്പോയാൽ നമ്മുടെ ഒരു ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റിയോ എടുത്തുകൊണ്ട് വരും. എന്നാൽ ഇന്ന് ഇഷ്ടം പോലെ വ്യാജ വോട്ടേഴ്സും വ്യാജ ആധാറും ഒക്കെ ഉള്ള സമയമാണ്. അത് അദ്ദേഹമാണെന്നുള്ളത് തെളിയിക്കാനായിട്ട് പുള്ളിക്ക് പറ്റുമോ? അങ്ങനെയൊക്കെ വാദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയാത്തത്? അടിസ്ഥാനമില്ലാതെ അവർ എപ്പോഴും പറയുന്ന വാദങ്ങൾ കൊണ്ട് അവരെ തന്നെ തോൽപ്പിക്കുന്ന പല വാദങ്ങളാണ് ഇവരൊക്കെ ഉന്നയിക്കുന്നത് എന്ന് പറയാൻ കഴിയും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരെ ഇന്ന് കാണാനില്ല. അവർ രംഗം വിട്ട്, നാട് വിട്ട്. കാരണം തൽക്കാലത്തേക്ക് ചില ബോഷ്കുകൾ പറയുന്നെന്നുള്ളതല്ലാതെ അവർക്കാർക്കും അവരുടെ ആ വാദത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാണെന്ന് പറയാനുള്ളതല്ലാതെ കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് അവർക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അല്ല അവരുടെ വാദങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. അപ്പം പണ്ട് മുതലേ പറയുന്നതും ഒരു ലോജിക്കും ഇല്ലാത്തതും പലപ്പോഴും ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു തിയറിയാണ് ഈ പറഞ്ഞതുപോലെ കട്ടോണ്ട് പോയി എന്ന് പറയുന്ന തിയറി എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് പറയാനായിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, അതിരാവിലെ ഈ പെണ്ണുങ്ങൾ പോയത് ആ ക്രിസ്തുവിൻ്റെ ഇതിലേക്കൊന്നും അല്ലായിരുന്നു, വേറെ ആരുടെയോ ടൂമ്പിലേക്ക് ആണ് പോയത്. കാരണം അവിടെ ഇഷ്ടം പോലെ കർത്താവ് പറഞ്ഞല്ലോ, വെള്ളദേശ ശവക്കല്ലറകളെ എന്നൊക്കെ പറഞ്ഞപ്പം ഈ പെസഹ നടക്കുന്ന സമയത്ത് ഈ പഴയകാലത്തെ പല വിശുദ്ധന്മാരുടെയും ഒക്കെ ടൂമ്പിന് വെള്ളയടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം അതേലോട്ട് ചാരി നിൽക്കുകയോ തൊടുകയോ ചെയ്യുമ്പം അവർ അശുദ്ധരായിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഈ പെസഹയൊക്കെ വരുന്നതിന് മുന്നേ ഇതിനൊക്കെ വെള്ളയടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്നാൽ നമുക്കറിയാമല്ലോ, അവിടെ തുറന്നു കിടന്ന ഒരു കല്ലറ എന്ന് പറയുന്നത് ഇല്ല. കാരണം വിശുദ്ധന്മാരുടെ കല്ലറകളൊന്നും തുറന്നു കിടക്കുന്ന കല്ലറയല്ല. എന്ന് മാത്രമല്ല, അങ്ങനെ അവർ അറിയാതെ അങ്ങനെ പോയതാണെങ്കിൽ അവർ മാത്രമല്ലല്ലോ, പിന്നെ അപ്പോസ്തലന്മാർ പോയി, അതുപോലെ ഗാർഡുകൾ അവിടെ നിപ്പുണ്ടായിരുന്നു, മഹാപുരോഹിതന്മാർ പോയി, യോസെഫ് ഓഫ് അരിമത്യ പോയി. ഇങ്ങനെ പല ആൾക്കാർക്കും തെറ്റുപറ്റണം. ഒരുത്തർക്ക് മാത്രം തെറ്റുപറ്റാൻ പറ്റുമോ? രാവിലെ കരഞ്ഞ് കണ്ണുമായിട്ട് ഉറക്കമില്ലാതെ കണ്ണുനീരൊലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവ്യക്തമായ കാഴ്ചയോടുകൂടെ മേരിയോ അല്ലെങ്കിൽ മഗ്ദലക്കാരി മറിയോ ഇവരൊക്കെ പോയി എന്ന് നമുക്ക് വയ്ക്കാം. എന്നാൽ എല്ലാവരുടെ കണ്ണിലും കണ്ണുനീരൊലിച്ചിരിക്കുമായിരുന്നോ? എല്ലാവരും അങ്ങനെ ഒരു റോങ് ടൂമ്പിലേക്കാണോ പോയെ? അപ്പം അത് മനുഷ്യരെ വിഡ്ഢിയാക്കുന്ന ഒരു ആരോപണം മാത്രമാ, ഒരു ചിന്ത മാത്രമാ. പെണ്ണുങ്ങൾക്ക് രാവിലെ കണ്ണ് കാണാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം അതായതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നെന്ന് അവർക്ക് തോന്നിയത് മാത്രമേ ഉള്ളൂ. വേറൊരു ആരോപണമാണ്. അങ്ങനെയൊക്കെ അവരെ ഒരു വിഷ്ഫുൾ തിങ്കിങ് മാത്രമായിരുന്നു ഇത്. അല്ല, സത്യത്തിൽ അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു തിയറിയും കൂടെ ഉണ്ട്. അങ്ങനെ പല തിയറികൾ നമുക്കറിയാം. എന്ന് മാത്രമല്ല, അവൻ സത്യത്തിൽ മരിച്ചിട്ടില്ലായിരുന്നു, ഫെയിൻറ്റ് ചെയ്തത് മാത്രമേ ഉള്ളായിരുന്നു. നമുക്കറിയാം അതെന്തൊരു ബോഷ്കായി പറയുന്നതെന്ന്. മരണം ഉറപ്പാക്കിയ ശേഷമാണ് പീലാത്തോസ് ആ ശരീരം അവന് നൽകിയത് എന്നും വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നുള്ളത് നമുക്കവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. അവൻ നേരത്തെ മരിച്ചതുകൊണ്ട് അവൻ്റെ കാലൊടിച്ചില്ല.
അങ്ങനെ അവൻ്റെ അസ്ഥികളിലൊന്നും ഒടിഞ്ഞു പോയില്ല എന്നുള്ള ദൈവവചനം അവിടെ നിവൃത്തിയായി എന്നുള്ളതൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന കാര്യമാണ്. എന്തെല്ലാം പഴുതുകളാണ് ദൈവികമായ ഒരു യാഥാർത്ഥ്യത്തെ തമസ്കരിക്കാൻ വേണ്ടി, അതില്ലാന്ന് കാണിക്കാൻ വേണ്ടി ഈ ലോകം ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുക. നോക്കിയാട്ടെ, വേറൊന്നാണ് അവർക്ക് ഹല്യൂസിനേഷൻ. അത് നേരത്തെ പറഞ്ഞതിനോട് ചേർന്ന് വരും. ഒരു ഹല്യൂസിനേഷൻ തോന്നിയതാ. ഹല്യൂസിനേഷൻ എന്ന് നമുക്കറിയാമല്ലോ, ഇല്ലാത്ത കാര്യമൊക്കെ ഉള്ളതായിട്ടൊക്കെ തൽക്കാലത്തേക്ക് തോന്നും. അങ്ങനെ തോന്നിയാലും ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാവർക്കും അതങ്ങ് തോന്നുമോ? ഹലൂസിനേഷൻ ഒരുപക്ഷെ 1-2 പേർക്ക് തോന്നാം. ഈ അവിടെ വന്നവർക്കും കണ്ടവർക്കും അതിന് സാക്ഷ്യം വഹിച്ച എല്ലാവരും, ഒരു പട്ടണത്തിലുള്ള എല്ലാവർക്കും ഈ ഹലൂസിനേഷൻ ഒരുമിച്ച് പിടിക്കുമോ? അല്ലോ മാസ് ഹിസ്റ്റീരിയ വല്ലോ പിടിച്ചതാണെന്നോ? അടിസ്ഥാനമില്ലാത്ത പല ആർഗ്യുമെന്റ്സ് ഇതുപോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അന്നു മുതൽ ഇന്ന് വരെ പല പരിശ്രമങ്ങളും നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂപ്പന്മാരുമായി ആലോചിച്ച് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ. രക്തം മുഴുവൻ ഒഴുകി, എല്ലാം നഷ്ടപ്പെട്ട്, ജീവൻ നഷ്ടപ്പെട്ട് അവൻ മരിച്ച് വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും അവസാനമായിട്ട് ഒഴുകിപ്പോയി എന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന ആ കർത്താവ്, അദ്ദേഹം ഇതുപോലുള്ള ഒരു കല്ലറ തള്ളിത്തുറന്ന് അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള നിലയിൽ അതൊരിക്കലും അസാധ്യമായ കാര്യമാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞത് ഒരു ദൈവിക പ്രവൃത്തിയാണ്. അവനെ പിടിച്ചു വെക്കുന്നത് മരണത്തിന് അസാധ്യമായിരുന്നു എന്നുള്ളതും ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന അത് ആ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്ന് എഫേസ്യരുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാലാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഉയർത്തിപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. അപ്പം അവൻ വ്യാപരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? നമ്മൾ ഫിസിക്സ് ഒക്കെ പഠിക്കും, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന പോലെ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആ ശക്തിയുടെ മാഗ്നിറ്റ്യൂഡ് അത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്. അത് ക്രിസ്തുവിൽ വ്യാപരിക്കുകയും അവനെ മരിച്ചവരിൽ ഉയിർപ്പിക്കുകയും ചെയ്ത, സ്വർഗത്തിൽ തന്നെ മഹിമയുടെ വലതുഭാഗത്ത് ഇരുത്തുകയും എല്ലാറ്റിലും എല്ലാം നിറവായിരിക്കുന്ന ശരീരമായ സഭയ്ക്ക് തലയാക്കി വെക്കുകയും ചെയ്തതായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവർ, എത്രയോ ദൈവവചന ഭാഗങ്ങൾ ഇനിയും പറയാനുണ്ട്, ഇനിയും കോട്ട് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതൊരു കെട്ടുകഥയല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറിയെങ്കിൽ ഇനിയും ബാക്കിയുള്ളതും കൂടെ എത്രയും പെട്ടെന്ന് നിറവേറാൻ പോവുക. ഈ ഉയർത്തെഴുന്നേൽപ്പിനെ വെച്ചിട്ടാണ് പ്രത്യേകിച്ച് യഹൂദന്മാരോട് പറയുമ്പോഴും അതുപോലെ ജാതികളോട് പ്രത്യേകം പറയുമ്പോഴും ഈ പൗലോസ് പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഹൈലൈറ്റ് ചെയ്യുകയും അതുകൊണ്ട് അവൻ ലോകത്തെ ന്യായവിധിക്കാൻ പോകുന്നു, ദൈവം അവനെ ന്യായാധിപതിയാക്കി വെച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട്. പ്രിയപ്പെട്ടവർ, ഇത്രയും നേരം നീട്ടി ഞാൻ പ്രസംഗിച്ച് നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് വളരെ നന്ദിയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം, സോഷ്യൽ മീഡിയയിൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ പ്രസംഗിക്കരുതെന്നുള്ള. അരമണിക്കൂർ തന്നെ കൂടുതലാണ്, ഒരു 20 മിനിറ്റ് സ്റ്റാൻഡേർഡ്. എന്നാൽ ചില അവസരങ്ങളിൽ ഇങ്ങനെ നമ്മൾ നിർബന്ധിതരായി തീരുകയാണ്. സദയം ക്ഷമിക്കണം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ദൈവവചനം ഒരുമിച്ച് ധ്യാനിക്കാൻ തുടങ്ങും.